ഡിസ്നിലാൻഡ്. കുഞ്ഞിലെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാണ്ട് പോയിട്ടുള്ള പല ആഗ്രഹങ്ങളും നമ്മൾ ഇപ്പൊ നടത്തുന്നില്ലേ, അതുപോലെ ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണിത്. ഡിസ്നിലാൻഡിൽ ചെന്നപ്പോഴേ ഞാൻ ഞെട്ടി. കാരണം മൊത്തം കുഞ്ഞു പിള്ളേരായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ചെന്നിട്ട് അവിടെ വന്നതിൽ 80% മുതിർന്നവരായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ പോലെ ഞാൻ മാത്രമല്ലെന്ന്. ഈ ഡിസ്നി കഥകളിലേക്ക് പോലെ ഏതെങ്കിലും ഒരു രാജകുമാരൻ എന്നെയും തേടി വന്ന് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ച് കൊട്ടാരത്തിൽ പോയി ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിക്കാലം എനിക്കും ഉണ്ടായിരുന്നു. പണ്ട് ലേബർ ഇന്ത്യയിൽ സഞ്ചാരം വായിച്ച യാത്രകളോട് തോന്നിയ അതേ ഇഷ്ടമാണ് അതേ ബുക്കിൽ നിന്നും സിൻഡ്രല്ല വായിച്ച ഡിസ്നി പ്രിൻസസുകളോടും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ വണ്ടർലയില്ലേ, അവിടുത്തെ പോലെ തന്നെ റൈഡുകളാണ് ഇവിടെ ഉള്ളത്. ഡിസ്നി സ്റ്റോറീസിന്റെ മൊത്തത്തിലുള്ളൊരു റീക്രിയേഷൻ ചെയ്തിട്ടുള്ള റൈഡ്സ്. സ്ട്രീറ്റ് ഫുഡ് പോലെ തന്നെ കുറെ ഷോപ്സ് അവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പേരറിയാത്ത എന്തൊക്കെയോ വാങ്ങിച്ചു കഴിച്ചു. ദിവസത്തിൽ 3 തവണ പല ടൈം വെച്ചിട്ട് പ്രിൻസസിന്റെ ഡാൻസസും പരേഡും അവിടെ ഉണ്ടാകും. ടൈമും സ്ഥലവും അവർ രാവിലെ തന്നെ അനൗൺസ് ചെയ്യും. പിന്നെ പല ബോർഡിലും അത് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടും ഉണ്ടാകും. എനിക്ക് ഡിസ്നിലാൻഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൈറ്റ് ഉണ്ടായിരുന്ന ഡ്രോൺ ഷോയും ഫയർ വർക്സും ആണ്. ഏതാണ്ട് 1 അവറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലാപരിപാടി നല്ല വ്യൂവിൽ കാണാൻ വേണ്ടിട്ട് എല്ലാവരും 2-3 മണിക്കൂർ മുന്നേ തന്നെ വന്ന് നിൽക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 10-200 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു ഡിസ്നി ഹെയർ ബാൻഡ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് 3000 രൂപയായി. അതുകൊണ്ട് ഡിസ്നിലാൻഡിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ക്യൂട്ട് ഹെയർ ബാൻഡ് എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഫാന്റസി കഥകളും പ്രിൻസസും ഡിസ്നി മൂവീസും ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ബെസ്റ്റ് സ്പോട്ടായിട്ട് എനിക്ക് ഡിസ്നിലാൻഡ് തോന്നി.